ഇത് ക്ലാസ് ബി അഡ്രസ്സിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് പോർഷൻ എത്രയാണ് 16 ബിറ്റാണ് വരുന്നത്. അതിൽ 10 ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിറ്റ് എന്ന് പറയുന്നത്. 10 ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മിനിമം അഡ്രസ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് മിനിമം അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഇത് 16 ബിറ്റ് സ്റ്റാർട്ടിങ് 10. അപ്പോൾ മിനിമം അഡ്രസ്സിൽ ഞാൻ പറഞ്ഞു നേരത്തെ കേസിൽ നമ്മൾ ക്ലാസ് എ എടുക്കുമ്പോൾ ഫസ്റ്റ് ബിറ്റ് 0 ആയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ ബിറ്റും 0 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയി പോകുന്നത് കൊണ്ടാണ് 0 എടുക്കാതിരുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്ന വാല്യൂ നെറ്റ്വർക്ക് അഡ്രസ്സായിട്ട് എടുക്കില്ല അതുകൊണ്ട്. ബട്ട് ഇത് കേസിൽ ആ പ്രശ്നം വരുന്നില്ല, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 10 റിസർവ്ഡ് ആയിട്ടുള്ള ബിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി കംപ്ലീറ്റ് 0 കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതെന്താ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ വരില്ല. 0 എന്ന് പറയുന്ന വാല്യൂ വരില്ല. അതായത് നമുക്ക് ഈ 10 റിസർവ്ഡ് ചെയ്ത് അപ്പോൾ 2 ബിറ്റ് റിസർവ്ഡായി. അതിന് 14 ബിറ്റും നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 0 0 എത്ര 14 ബിറ്റും 0 കൊടുത്തു. അപ്പോൾ ഇതാണ് മിനിമം അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഇതിന് 2 8 ബിറ്റുള്ള ബ്ലോക്ക് ആക്കണം അല്ലേ. എന്നിട്ടാണ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിൽ നമ്മൾ ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് 8 ബിറ്റിൻ്റെ ബ്ലോക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് എണ്ണത്തിന് 8 ബിറ്റിൻ്റെ ബ്ലോക്ക് ആക്കി. അപ്പോൾ എന്ത് വരും? 10 ഒരു എത്ര ഇവിടെ കംപ്ലീറ്റ് 0 ആണ് അല്ലേ. അപ്പോൾ 10 2 ബിറ്റ് പോയി. ഇനി ബാക്കി എത്ര 8 ബിറ്റ് ആക്കാം? ബാക്കി എത്ര 0 വെച്ച് ഫില്ല് ചെയ്യണം? 1 2 3 4 5 6 0. അപ്പം 1ഉം 6 0യും 10യും 6 0സും വന്നു. രണ്ടാമത്തെ ബ്ലോക്കിൽ എത്രയാണ്? ബാക്കി 8ഉം 0s ആണ് അല്ലേ. ഇവിടെ കാണിച്ചിട്ടുണ്ട് ബാക്കി 8ഉം 0s ആണ്. 1 2 3 4 5 6 7 8 0s കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് അതായത് നമ്മൾ 10 ഇതിൻ്റെ ഇക്വലൻറ്റ് ബൈനറി എത്രയാണ്? ഇത് ബൈനറിയാണ്. ഇതിൻ്റെ ഇക്വലൻറ്റ് ഡെസിമൽ എത്രയാണെന്ന് നോക്കുക. അതായത് ഡെസിമൽ നോക്കാൻ വേണ്ടിയിട്ട് ഇത് 8 ബിറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൻ്റെ ഇക്വലൻറ്റ് ഡെസിമലാണ് കാണേണ്ടത്. സപ്പോസ് അതിന് നമ്മളിപ്പം സപ്പോസ് 100 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെസിമൽ എങ്ങനെയാണ് കാണുക? നോർമൽ മെത്തേഡ് ഈ 0 ഇൻറ്റു 2 പവർ ഫസ്റ്റ് 0യിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് ബിറ്റ് എന്താ? 0 തന്നെയാണ് അല്ലേ. അപ്പോൾ 0 ഇൻറ്റു 2 പ്ലസ് പിന്നെ തേർഡ് ബിറ്റ് എന്താ? 1 അല്ലേ. 1 ഇൻറ്റു 2 അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും അല്ലേ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 0 ഫസ്റ്റ് ഈ 2 0ൻ്റെ അടുത്ത് നമ്മളൊന്നും എടുക്കുന്നില്ല. അതായത് 0 ആയതുകൊണ്ട് 0 മൾട്ടിപ്ലൈ ചെയ്ത് പോയി 0 ആയി മാറുവാണ്. അപ്പോൾ അത് എടുക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ചെയ്താൽ മതി. ഇവിടെ 0 ഇതും 0 0 0 0 0 0. അപ്പോൾ 7 zeros. അപ്പോൾ ഇത് 2 പവർ വരും. ഇത് 2 വരും. ഇത് 2 2 3 2 4 2 5 2 6 2 7. അപ്പോൾ 2 ആണ് വരിക. 2 മീൻസ് എത്ര വരും? 2 വാല്യൂ എത്രയാണ്? 128 ആണ് 2 വാല്യൂ വരിക. അതായത് 8 ബിറ്റ്. അത് ഇങ്ങനെയാണ് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ക്ലാസ് എൻ്റെ എക്സാമ്പിളിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ബട്ട് ഞാൻ ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞതാണ്. ഷോർട്ട് കട്ട് മെത്തേഡാണ് ചെയ്തത്. എല്ലാം 1 വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് എത്ര 1 ഉണ്ടോ ആ 1ൻ്റെ പവർ എടുക്കുക. ആ പവർ എടുത്തിട്ട് എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. അത് എല്ലാം 1 വരുമ്പോഴാണ്. അപ്പോൾ നോർമൽ മെത്തേഡ് ഇങ്ങനെ അത് എല്ലാം 1 വരുമ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് ചെയ്യാം. നോർമൽ ബൈനറിയിൽ നിന്ന് എങ്ങനെയാണോ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതേപോലെ ചെയ്യാം. എങ്ങനെയും ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പം എത്ര നമുക്ക് കിട്ടി? ഇവിടെ കാണിച്ചിട്ടുണ്ട് എടാ മിനിമം അഡ്രസ് 128.0. അത് നെറ്റ്വർക്ക് പോർഷൻ എന്ത് കിട്ടി? ഒന്നാമത്തെ സെക്ഷൻ 128 കിട്ടി. രണ്ടാമത്തെ സെക്ഷൻ 0 കിട്ടി. ഹോസ്റ്റ് പോർഷൻ 16 ബിറ്റാണ്. അപ്പോൾ 16ഉം ഞാൻ 0 കൊടുത്തു. അപ്പോൾ എന്ത് വരും? 0 വരും. അപ്പം 128.0.0.0 എന്ന് വരും. അപ്പോൾ അതാണ് വരുന്നത്.
ഇനി ക്ലാസ് അതിൻ്റെ ഇനി ക്ലാസ് ബീൻ്റെ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി മാക്സിമം കണ്ടുപിടിക്കണം. നമ്മൾ മിനിമം ആണ് ഇപ്പം കണ്ടുപിടിച്ചത്, അതായത് ഇത് ഈ ഒരു വാല്യൂ ആണ് മിനിമം. ഇനി ഈ മാക്സിമം ഈ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് പോർഷൻ ഫസ്റ്റ് നെറ്റ്വർക്ക് പോർഷൻ്റെ മാക്സിമം കിട്ടണം. അതിന് 16 ബിറ്റാണ് അല്ലേ. അപ്പോൾ 10 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് റിസർവ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ 16 ബിറ്റിനെ 8 ബിറ്റ് ആക്കിയിട്ട് 2 ബ്ലോക്ക് ആക്കി. അപ്പോൾ 2 ബ്ലോക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് 10, അപ്പോൾ മാക്സിമം കിട്ടാൻ എല്ലാം 1 ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 10 2 ബിറ്റ് പോയിട്ടുണ്ട്, ബാക്കി 6 1 വരും. 1 2 3 4 5 6. ഇവിടെ എത്ര വരും? 8 1 വരും. 1 2 3 4 5 6 7 8. അപ്പോൾ ഇത്രയാണ് വരിക. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ വാല്യൂ വരിക? 255. അത് കാണുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക മീൻസ് എന്താണ് നമ്മുടെ വാല്യൂ? 1 0 1 2 3 4 5 6 1s അല്ലേ. അപ്പോൾ എന്ത് വരും? ഈ ഫസ്റ്റ് നമ്മൾ ഈ 1 എന്നാണ് തുടങ്ങേണ്ടത്. 1 × 2⁻0 പ്ലസ് സെക്കൻഡും 1 തന്നെയാണ് അല്ലേ, ഇതും 1 തന്നെയാണ്. 1 × 2⁻1 പ്ലസ് 1 × തേർഡ് 1 ആണ്. 1 × 2³ പ്ലസ് പിന്നെ 1 × 2⁴ പ്ലസ് 1 × 2⁵ പ്ലസ് 1 × 2⁶ വരും. 1 × 2⁶ പ്ലസ് അതിന് 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 0 ആണ് വരുന്നത്. 0 ഇവിടെ 0 ആണ്. 0 × 2⁷ പ്ലസ് 1 × 2⁸. ഇങ്ങനെയാണ് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? നിങ്ങൾ ഇതൊന്നും ചെയ്യണം എന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ ബൈ ഹാർട്ട് ചെയ്താലും മതി. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? ഫസ്റ്റ് ഇത് 191 എന്ന് കിട്ടും. ഫസ്റ്റ് സെക്ഷൻ 191 കിട്ടി. സെക്കൻഡ് സെക്ഷൻ 255 കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹോസ്റ്റ് നെറ്റ്വർക്ക് പോർഷൻ കിട്ടി. ഹോസ്റ്റ് പോർഷൻ നിങ്ങൾക്കറിയാം, എല്ലാം 1 ആക്കി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഫസ്റ്റ് സെക്ഷൻ 255, അതായത് ക്ലാസ് എൻ്റെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് പോർഷൻ 255. ഇങ്ങനെയാണ് ക്ലാസ് ബീൻ്റെ കാണുക. അതേപോലെ ക്ലാസ് സിൻ്റെയും അങ്ങനെ കാണുക. ഇതേ മെത്തേഡിൽ ക്ലാസ് സിയിൽ ഫസ്റ്റ് ബിറ്റ് എന്താണ്? 110 ആയിട്ട് നെറ്റ്വർക്ക് പോർഷന് 24 ബിറ്റ് വരും. ഹോസ്റ്റ് പോർഷൻ 8 ബിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇത്രയും പോർഷൻ നെറ്റ്വർക്കാണ്, ഇത്രയും പോർഷൻ ഹോസ്റ്റാണ്. അതിൽ നെറ്റ്വർക്ക് പോർഷനിൽ ഈ ചെറിയ 110 റിസർവ്ഡ് ആണ്. സോ അങ്ങനെ അതാണ് ഹോസ്റ്റ് ക്ലാസ് സി അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ക്ലാസ് സിൻ്റെ മിനിമം റേഞ്ച് 192.0.0.0 ഇവിടെ കാണിച്ചിട്ടുണ്ട്. മാക്സിമം 223.255.255.255. അത് ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കിട്ടും. പിന്നെ ക്ലാസ് ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്ലാസ് ഡി മൾട്ടി കാസ്റ്റ് അഡ്രസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലാസ് ഡിയിൽ ഫസ്റ്റ് 4 ബിറ്റ് 1110 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മൾട്ടി കാസ്റ്റ് അഡ്രസ്. മൾട്ടി കാസ്റ്റ് എന്താണെന്ന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മൾട്ടി കാസ്റ്റ്? അതായത് നമ്മൾ ചില പാക്കറ്റുകൾ അല്ലെങ്കിൽ ചില ഡാറ്റാഗ്രാം നമ്മൾ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് മാത്രം സെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൾട്ടി കാസ്റ്റ് റൂട്ടിങ് പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടി കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൂണിങ് മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് ഡി അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത്. അതായത് മൾട്ടി കാസ്റ്റ് അഡ്രസ്സാണ് ഇവിടെ പ്ലേസ് ചെയ്യുക. മൾട്ടി കാസ്റ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഏതൊരു ഗ്രൂപ്പിനാണോ സെൻഡ് ചെയ്യേണ്ടത് ആ അഡ്രസ്സായിരിക്കും മൾട്ടി കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ഇ അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് മീൻസ് ഫസ്റ്റ് 4 ബിറ്റ് 111 4 1s ആയിട്ട് സെറ്റ് ചെയ്യും. ബാക്കിയുള്ള ബിറ്റ് റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്, അതായത് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കുവാണ്. ഇപ്പം യൂസ് ചെയ്യുന്നൊന്നുമില്ല ക്ലാസ് ഇ. പിന്നെ നെക്സ്റ്റ് ക്ലാസ് ഡിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞില്ല. ക്ലാസ് ഡിൻ്റെ മിനിമം 224.0.0.0, മാക്സിമം 239.255.255.255. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക?
നമ്മൾ മിനിമം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 110 റിസർവ്ഡ് ആണ്. ബാക്കി എന്ത് വെച്ചാൽ എന്ത് കൊടുത്താൽ മതി, ബാക്കി എല്ലാം 0 കൊടുത്തിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് 8 ബിറ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിച്ചാൽ മതി, ഡെസിമൽ കണ്ടുപിടിച്ചാൽ മതി. ഇനി മാക്സിമമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെയൊക്കെ 1 സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് 8 ബിറ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, 8 ബിറ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി ഡെസിമൽ ഇക്വലൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ തന്നെ ക്ലാസ് ഇൻ്റെ കേസിലും അതുതന്നെ. മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് 0 വെച്ച് ഫില്ല് ചെയ്യുക. എന്നിട്ട് 8 ബിറ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ കണ്ടുപിടിക്കുക. ഇനി മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് 1 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 8 ബിറ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിങ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റേഞ്ചൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അത് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു. അപ്പോൾ ഇതാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിൽ നമ്മൾ സ്പെഷ്യൽ IP അഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ് ഫുൾ IP അഡ്രസ്സിൽ നമ്മൾ കംപ്ലീറ്റ് എല്ലാം 0 കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എല്ലാം 0 നമ്മൾ യൂസ് ചെയ്യുന്നില്ലാന്ന്. ആ യൂസ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അത് ആ ഹോസ്റ്റിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ സെയിം ഹോസ്റ്റ് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് വേറൊരു ഹോസ്റ്റിനെ നമുക്ക് അത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് നമ്മളെ ഹോസ്റ്റിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്കിപ്പോൾ നമ്മളെ ഹോസ്റ്റിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം. അത് സെയിം ഹോസ്റ്റിലേക്കാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് തന്നെ എനിക്ക് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ 000 വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈപ്പാണ് എ ഹോസ്റ്റ് ഓൺ ദിസ് നെറ്റ്വർക്ക്. നമ്മൾ നോർമലി പറഞ്ഞ കേസ് അതായത് നെറ്റ്വർക്ക് പോർഷൻ കംപ്ലീറ്റ് 0, പിന്നെ ഒരു ഹോസ്റ്റും വരും, ഹോസ്റ്റ് അഡ്രസ്സും. നെറ്റ്വർക്ക് പോർഷൻ കംപ്ലീറ്റ് 0 മീൻസ് ഞാനിപ്പോൾ ഏത് നെറ്റ്വർക്കിലാണോ നിൽക്കുന്നത് ആ നെറ്റ്വർക്കിൽ വേറെ ഏതോ ഹോസ്റ്റിനാണ് എനിക്ക് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. അപ്പം നെറ്റ്വർക്ക് പോർഷൻ എന്താക്കി കൊടുക്കുക, 0 ആക്കി കൊടുക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് നെറ്റ്വർക്ക് പോർഷൻ കംപ്ലീറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അതേ നെറ്റ്വർക്ക് എന്നുള്ള മീനിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 0 മിനിമം എടുത്തിട്ട് ചെയ്യാത്തത്. അതായത് നമ്മളിപ്പം ഏത് ഹോസ്റ്റിലാണോ കണക്റ്റ് ചെയ്തിട്ടുള്ളത്, ഏത് നെറ്റ്വർക്കിലാണോ കണക്റ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അത് ഞാൻ ഒരു നെറ്റ്വർക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അതേ നെറ്റ്വർക്കിലുള്ള വേറൊരു ഹോസ്റ്റിന് സെൻഡ് ചെയ്യണം, ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ നെറ്റ്വർക്ക് പോർഷൻ 00 ഇടും. പിന്നെ ഏതാണോ ഹോസ്റ്റ് ആ ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് മാത്രം പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇത് 111 എല്ലാം 1 അത് മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് ഓൺ ദ ലോക്കൽ നെറ്റ്വർക്ക്. ഇപ്പം ഞാനൊരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആ നെറ്റ്വർക്കിലേക്ക് തന്നെ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. അതായത് എൻ്റെ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു 10 കമ്പ്യൂട്ടേഴ്സാണ് ഉള്ളതെങ്കിൽ ആ 10 കമ്പ്യൂട്ടേഴ്സിനും എന്ത് ചെയ്യണം, ഞാൻ അയക്കുന്ന ഡാറ്റ റിസീവ് ചെയ്യണം. അപ്പോൾ ഈ 10 കമ്പ്യൂട്ടർ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ ലോക്കൽ നെറ്റ്വർക്കിലാണ്. അതായത് ഞാൻ കണക്ട് ചെയ്ത അതേ നെറ്റ്വർക്കിൽ തന്നെ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം 1 സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഡിസ്റ്റൻറ്റ് നെറ്റ്വർക്ക്. അതായത് വേറൊരു നെറ്റ്വർക്കിലേക്കാണ് എനിക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത്, ബട്ട് എൻ്റെ നെറ്റ്വർക്കിലേക്കല്ല ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്, വേറൊരു നെറ്റ്വർക്കിലുള്ള കുറേ ഹോസ്റ്റുകൾക്ക്, അതായത് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് കിട്ടണം. അപ്പോൾ ഞാൻ എന്തായാലും നെറ്റ്വർക്ക് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം, ഏത് നെറ്റ്വർക്കിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ബട്ട് എല്ലാ ഹോസ്റ്റിനും അത് റിസീവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് പോർഷൻ എന്ത് ചെയ്യുക, എല്ലാം 1 സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അവിടെ എല്ലാ ഹോസ്റ്റിനും അത് റിസീവ് ചെയ്യും എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. ലൂപ്പ് ബാക്ക് അഡ്രസ്സ് മീൻസ് നമ്മൾ ഈ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം ചെയ്യുന്ന ഒരു മെഷീനിൽ, അപ്പോൾ നമുക്കിപ്പോൾ ചില കേസസിലൊക്കെ നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലൊന്നും കണക്ട് ചെയ്യാൻ ചിലപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഉണ്ടാവില്ല. കണക്ട് ചെയ്ത് ക്ലയൻറ്റും സെർവറും ഒക്കെ 2 കമ്പ്യൂട്ടേഴ്സൊന്നും ഉണ്ടാവില്ല. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ 2 കമ്പ്യൂട്ടേഴ്സൊന്നും ഉണ്ടാവില്ല. ഒരു ക്ലയൻറ്റ് പ്രോസസ്സ് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലും സെർവർ പ്രോസസ്സ് സെർവർ കമ്പ്യൂട്ടറിലും ആക്കാൻ 2 കമ്പ്യൂട്ടേഴ്സൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ക്ലയൻറ്റിനെയും സെർവറിനെയും ഒരേ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യും. അപ്പോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും,
റൺ ചെയ്യുമ്പം എന്ത് ചെയ്യണം, ഒരു അഡ്രസ്സ് കൊടുക്കണം, IP അഡ്രസ്സ് കൊടുക്കണം റൺ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ഈ സെർവർ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അഡ്രസ്സാണ് ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടെസ്റ്റിങ്ങിനും പ്രോഗ്രാമിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ് ബാക്ക് അഡ്രസ്സ്. അപ്പോൾ ഇത്രയും അഡ്രസ്സുകളാണ് ഉള്ളത്.